ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും മാഷിനെയാണ്. അപ്പം മാഷ് വേണ്ട പച്ചക്കറി കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് സേതു എന്തോ സാധനം വാങ്ങി കാറിൽ വെച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അപ്പം മാഷ് വേഗം സേതു എന്ന് വിളിച്ചു. ആഹാ, എന്താണെങ്കിലും തന്നെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി എന്ന് മാഷിങ്ങനെ പറയാണ്. ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ മാഷേ? ഒന്നുമില്ല, താൻ പൊന്നും മടത്തിന്ന് ഇറങ്ങിന്ന് കേട്ടപ്പോ മനസ്സിലെന്തോ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. എന്റെ മോക്ക് ആ വീട്ടില് അഭയം കൊടുത്ത താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ? ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാ നിരാശപ്പെടേണ്ടി വരുന്നത്. ഞാനിപ്പം ഒന്നും പ്രതീക്ഷിക്കാറില്ല മാഷേ. അതുകൊണ്ട് നല്ല സുഖമുണ്ടോ എനിക്ക് മനസ്സിന്. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ മാഷേ, അത് ഞാൻ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. തൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലേക്കാ. അതെന്തിനാ മാഷേ? അതൊക്കെ പറയാം, അതൊക്കെ ഉണ്ട്, താൻ വാ. അത് ഇനി എതിർക്കാൻ നിൽക്കണ്ട, ഒരു ഗുരുനാഥനായി പറയണത്. ധിക്കരിച്ചാ ഗുരുശാപം കിട്ടും കേട്ടോ. അയ്യോ വേണ്ടായേ, ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ ശാപങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. മാഷേ വാ പോവാം എന്ന് പറഞ്ഞ മാഷിനെയും കൂട്ടിക്കൊണ്ട് ഇവര് രണ്ടുപേരൂടെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്, പല്ലവിയുടെ വീട്ടിലേക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേനും നമ്മുടെ ശോഭ ഇഡലിയും സാമ്പാറും ഒക്കെ കൊടുത്ത് നമ്മുടെ സേതുവിനെ കഴിപ്പിക്കാണ് കേട്ടോ. അപ്പൊ മാഷു അവിടെ വന്നിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ നിന്ന് സ്നേഹത്തോടെ മോനെ ഊട്ടാണ് എന്നുള്ളതാണ് സത്യം. സേതു പാവം വല്ലാത്ത സങ്കടത്തിലാണ് കേട്ടോ. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും സേതുവിന് അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് സേതു എത്താണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ട് നീ കൊടുക്ക് എന്ന് പറഞ്ഞു. കൊടുക്കാം മതി അമ്മേ എന്ന് പറഞ്ഞു. അതെ, ഒരു വീടായാൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി ഇറങ്ങിപ്പോവാണോ ചെയ്യേണ്ടത്? വേറെ ആരുമല്ലല്ലോ അവിടെ താമസിക്കുന്നത്, അമ്മയും അനിയത്തിമാരും അല്ലേ. അവരെന്ത് പറഞ്ഞാലും സേതു വേണം ക്ഷമിക്കാനായിട്ട്. അതാണ് ഒരു വലിയേട്ടന്റെ കടമ എന്ന് പറഞ്ഞു. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, സേതുവിന് ഏത് നിമിഷവും വേണമെങ്കിലും തിരിച്ചു ചെല്ലാവല്ലോ. പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചോ. പോണെന്ന് തന്നെ ഞാൻ പറയോ. അപ്പോഴും ജയിക്കുന്നത് സേതു തന്നെ ആയിരിക്കും. അപ്പൊ സേതു ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് കുറച്ചേരം ഇരുന്നിട്ട് എനിക്ക് ആരെയും ജയിക്കണ്ടമ്മേ എന്ന് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് എന്റെ അമ്മയും അനിയത്തിമാരും ജയിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോ ഞാൻ തോറ്റാലും അവര് ജയിക്കണം, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ആ മനസ്സ് കണ്ടിട്ട് ഇങ്ങനെ നോക്കുക, പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കറിയോ, സത്യം പറഞ്ഞാല് ഒരു കുടുംബം എന്താണെന്ന് അനുഭവിക്കാനുള്ളൊരു യോഗം ഇതുവരെ ദൈവം എനിക്ക് തന്നിട്ടില്ല എന്നുള്ളതാ സത്യം. ജനിപ്പിച്ച അമ്മ അത് ഉപേക്ഷിച്ചു പോയി. അമ്മയ്ക്ക് പോലും വേണ്ടാത്ത മകനാ ഞാൻ. അച്ഛൻ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ പൂർണിമാമയെ അമ്മയായി കാണാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേങ്കില് പല്ലവി ഈ അടുത്ത് തന്നെയാ ഞാനും അത് പല്ലവി കാരണമായിട്ടാണ് അങ്ങനെ ഞാൻ അണ്ണാനമ്മയെ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നിട്ടും എന്തായി? ആ അമ്മയാ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയത്. ഞാൻ കാരണം അവരിറങ്ങും, അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിന് കഴിയാത്തത് കൊണ്ടാ ഞാൻ സ്വയം അവിടെ നിന്ന് ഇറങ്ങിയത്. പറഞ്ഞാ ആരുമില്ല, ഞാൻ വെറും ഒരു അനാഥനാണ് എന്നിങ്ങനെ പറഞ്ഞ് സേതു സങ്കടപ്പെടുകയാണ് അവരുടെ മുന്നില്. ജീവിതത്തില് പ്രതീക്ഷിക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത ഒരാള്, ആ കാത്തിരിക്കാനായിട്ട് ആളില്ല, സ്നേഹിക്കാൻ ആളില്ല, സ്നേഹിക്കാനോ ശാസിക്കാനോ ഒന്നും ആരുമില്ല. അത് ശരിയാണോ സേതു എന്ന് ചോദിച്ചോ. വേറെ ആരുടെയും കാര്യം ഞങ്ങൾക്കറിയില്ല, പക്ഷെ നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞങ്ങളുടെ മകളും ഉണ്ട് എന്ന് പറയാണ്. അപ്പം ഇവരിങ്ങനെ നോക്കി നിന്നിട്ട് നീ ഒരിക്കലും ഒരു അനാഥനാവില്ല, ആവാൻ ഈ ഞങ്ങളെ സമ്മതിക്കില്ല സേതു എന്ന് പറഞ്ഞു. നീ എന്ത് വിചാരിക്കും, ഈ സമയത്ത് ഇത് പറയാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇന്ദ്രജിത്തിന്റെ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങി വന്ന എന്റെ മോളെ എന്റെ അമ്മയായിട്ടും ഒരു പിടിച്ചിറക്കി വിട്ടവളാ ഈ ഞാൻ. പക്ഷെ നീ അത് ചെയ്തില്ല. നീ പെറ്റമ്മ കാണിക്കാത്ത ദയ നീ എന്റെ മകളോട് കാണിച്ചു ചെയ്തു. അത് തന്നെ വലിയ കാര്യമല്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നും അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം സേതു എന്ന് പറഞ്ഞ ശോഭയും വളരെ സെന്റിമെന്റലായി കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരുടെയും വാക്കൊക്കെ കേട്ടിട്ട് മറ്റാര് മറന്നാലും ഞങ്ങൾ നിന്നെ ഒരിക്കലും മറക്കില്ല സേതു, മറക്കാൻ പാടില്ല. അതാണ് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഇങ്ങനാണോ പറയണ്ടേന്നും എനിക്കറിയില്ല സേതു. എങ്കിലും
ഞാൻ ചോദിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്കിലും ഞാൻ അത് പറഞ്ഞില്ല എങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ചിലപ്പോൾ നന്ദികേടായി മാറുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത് എന്ന് മാഷിങ്ങനെ പറഞ്ഞു. അപ്പോൾ സേതു ഭയങ്കര ആകാംക്ഷയിൽ എന്തോ പോലെയാണ്. പ്രതീക്ഷിക്കാൻ എന്തോ ഒന്നും ഇല്ലെന്നല്ലേ പരാതി. സ്നേഹിക്കാൻ ആരുമില്ല, ശാസിക്കാൻ ആരുമില്ല, ഒരു കുടുംബമില്ല, അങ്ങനെയൊക്കെയല്ലേ നിന്റെ സങ്കടം? ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത്. അതെ, ഡിവോഴ്സ് കഴിഞ്ഞാല് പിന്നെ പല്ലവിക്ക് എന്താണെങ്കിലും മറ്റൊരു ജീവിതം വേണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അവളുടെ മനസ്സില് അവളെ മനസ്സിലാവുന്ന ഒരാൺതുണ അവൾക്ക് എന്താണേലും ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നീ ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ എന്ന് തുറന്നു തന്നെ മാഷും ശോഭയും പറഞ്ഞു. നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഡിവോഴ്സിന് ശേഷം നമുക്കതങ്ങ് നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാക്കാണ് മാഷി പറയുന്നത്. അപ്പൊ സേതുവിന് പക്ഷെ അതിലെ സന്തോഷമൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ. കാരണം പക്ഷേ അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, പല്ലവി എന്തു പറഞ്ഞു? ഞങ്ങൾ അവളോട് സംസാരിച്ചിട്ടില്ല. ഇത് അവള് സമ്മതിക്കും, എന്താണെങ്കിലും സമ്മതിക്കും. നിന്നെ എനിക്ക് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സേതു എന്ന് പറഞ്ഞു. പക്ഷെ പഠിച്ച കുട്ടിയാ, കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാ. അവള് അങ്ങനെ ഒരാളുടെ ഭർത്താവാകാൻ എനിക്ക് എന്ത് യോഗ്യതയാമയുള്ളത്? ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലേടാ നിനക്ക്? അത് പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് മാഷ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ യോഗ്യത. സമ്പത്തും വിദ്യാഭ്യാസവും ഒന്നുമല്ല കുടുംബജീവിതത്തിന്റെ ആധാരം. അത് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും മാത്രമാണ്. അത് നിനക്ക് എന്താണെങ്കിലും പറ്റും എന്ന് തീർത്തു പറയാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കിയിരുന്നതും സേതുവിന് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഓർമ്മയുണ്ടോന്ന് എന്ന് എനിക്കറിയില്ല. പെണ്ണ് കാണുന്ന ദിവസം സേതുവാണ് ആദ്യമായി ഇവിടെ കയറി വന്നത്. വരനാണെന്ന് കരുതി ഞങ്ങൾ വളരെ സ്വീകരിച്ച് സേതുവിനെ ഇവിടെ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ തീരുമാനം അത് ചിലപ്പം അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവിയോട് ഞങ്ങൾ ഇന്ന് തന്നെ സംസാരിക്കാം, അവള് സമ്മതിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോ ഈ നിമിഷം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളോളം ചേരുന്നൊരു ബന്ധം എന്താണെങ്കിലും അവൾക്ക് വേറെ കിട്ടാനില്ല എന്ന് തന്നെ മാഷു പറഞ്ഞു കേട്ടോ. അവളുടെ മനസ്സെനിക്ക് നന്നായി അറിയാം, എങ്കിലും 100 വട്ടം സമ്മതമായിരിക്കും അവൾക്ക് എന്ന് പറഞ്ഞു ശോഭ. അല്ല, ആദ്യം സംസാരിക്കാൻ പല്ലവിയുടെ അഭിപ്രായം ചോദിക്കുക. അവളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഞാൻ എന്റെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് സേതു വേഗം തന്നെ അവിടുത്തെ ഫുഡ് കഴിക്കുന്നിടത്ത് എഴുന്നേറ്റു കേട്ടോ. അപ്പൊ എഴുന്നേറ്റിട്ട്, അതെ, ഇതിൽ പല്ലവിയുടെ അഭിപ്രായമാണ് പ്രധാനം. അതിനുശേഷം എന്താണെങ്കിലും ഞാൻ അതിനുശേഷം എന്റെ തീരുമാനം പറയാം എന്ന് സേതു പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവര് പല്ലവിയെ വിളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ സേതുവിനൊരു സന്തോഷവും ഒക്കെ ഉണ്ട് മുഖത്ത്. പിന്നെ കാണുന്നത് ഹരിനെയും അച്ചുവിനെയാണ്. അപ്പൊ രണ്ടുപേരുടെ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഹരിയെയും കൂട്ടിക്കൊണ്ട് അച്ചു അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആശ്വാസമായി എന്ന് പറഞ്ഞാണ് ഹരി അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് ആളുടെ വരവ് തന്നെ. അങ്ങനെ ഹരി പഴയ ഹരിയായി. ഇനിയിപ്പോ എനിക്ക് എന്ത് ജോലിക്കും വേണേലും പോവാം. ഡോക്ടർമാര് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞത് താൻ കേട്ടതല്ലേ? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവാം. എവിടെ? ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിലെ കിളിയായിട്ട്. അതൊന്നും വേണ്ട ഹരി, ആ ജോലിക്ക് പോണ്ട. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ലല്ലോ, യാത്രയായിരിക്കില്ലേ? കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, അങ്ങനെ മതി സംസ്ഥാനങ്ങളുടെ പേരൊന്നും കേൾക്കണ്ട. എല്ലാ ദിവസവും ഹരി ഇവിടെ തിരിച്ചെത്തണം. അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടിയാ പോയാ മതി. അങ്ങനെ കിട്ടണ്ടേ? ഞാനൊരു ജോലി ശരിയാക്കി തരട്ടെ. എന്ത് ജോലി? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ അച്ചു നേരെ ചെന്നു. എന്നിട്ട് അച്ചുവിന്റെ സ്വർണ്ണം എല്ലാം കൂടി ഇങ്ങ് എടുത്തിട്ട് വരികയാണ്. ഇതാ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടി കാണിക്കുകയാണ്. ഈ സ്വർണം പത്രം തുറന്നിട്ട ഇത് കൊണ്ടുപോയി വിറ്റോ, എന്നിട്ട് പുതിയൊരു ഓട്ടോറിക്ഷ മേടിക്കും. ഇത് തന്റെ ആഭരണങ്ങളല്ലേ, അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് എടുത്തു തന്നത്. ആവശ്യം വരുമ്പോ വിൽക്കാനുള്ളതാണല്ലോ സ്വർണം. എന്റെ പൊന്നച്ചു, അത് വേണ്ട എന്ന് ഹരി തീർത്തങ്ങ് പറയാണ് കേട്ടോ. അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. തനിക്ക് തന്റെ വീട്ടുകാർ തന്ന സ്വർണം എടുത്ത് എനിക്കൊന്നും വാങ്ങണ്ട, അത് ശരിയല്ല. എന്റെ വഴി ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഭർത്താവായിട്ടിരിക്കാനും എനിക്ക് കഴിവില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ആവശ്യം നടക്കണ്ടേ ഹരി, അതിന് പണം വേണ്ടേ? ജോലിയുടെ അത്യാവശ്യം തന്നെയാ, പക്ഷെ അതിന് ഇതല്ല വഴി എന്ന് പറഞ്ഞു. എനിക്ക് എന്തിനാ സ്വർണം? മാത്രല്ല അച്ഛൻ വാങ്ങിത്തന്ന സ്വർണമാ, എനിക്കിത് എന്തും ചെയ്യാം. ആയിക്കോട്ടെ,
പക്ഷേങ്കില് ഇത് നമ്മളെടുത്ത് ചെലവാക്കില്ല. തൽക്കാലം ഒന്നും ചെയ്യണ്ട, നോക്കട്ടെ വേറെ എന്തെങ്കിലും പണി സംഘടിപ്പിക്കാൻ പറ്റുമോന്ന്. എന്നാ വിൽക്കണ്ട, പണയം വെക്കാം, കാശ് വരുമ്പോ എടുക്കാലോ. വേണ്ട, സ്വർണത്തിൽ തട്ടുള്ള ഒരു കളിക്ക് ഞാനില്ലച്ചു എന്ന് പറഞ്ഞു. അതെ, ഇത് തന്റെ കൈ തന്നെ ഇരിക്കട്ടെ, എത്ര അത്യാവശ്യം വന്നാലും ഇതിൽ നിന്ന് ഒരു പവൻ പോലും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അതെന്റെ ഒരു വാശിയാന്ന് കൂട്ടിക്കോ. ആ വാശി ജയിക്കാൻ താനോടി എന്നെ കൂടെ സഹകരിക്കണം. ശരി, പിന്നെ നാളെ ഒരിക്കൽ ആവശ്യം വന്നാ ചോദിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. അതെ, ഇത് എന്റെ മാത്രം സ്വന്തമല്ല, ഹരിക്കൂടി അവകാശപ്പെട്ടതാ. ഇത് നമ്മുടെ അലമാരിയില് ഭദ്രമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവൂട്ടോ എന്ന് പറഞ്ഞ് അച്ചു ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് പോയി. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് പല്ലവിനെയാണ്. അപ്പൊ പല്ലവി വീട്ടിലേക്ക് എത്തി. അപ്പൊ മാഷും ശോഭയും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല്ലവി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്താ പല്ലവി മറുപടി ഒന്നും പറയാത്തത്? നിന്റെ മറുപടി കേട്ടിട്ട് സേതുവിന്റെ അഭിപ്രായം പറയൂ, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി എന്ത് പറയണം എന്നുള്ള ആകെ കൺഫ്യൂഷനായി. സത്യത്തില് പല്ലവിക്ക് ആകെ ഒരു ടെൻഷൻ. പെട്ടെന്നൊരു ചോദ്യം, നിനക്ക് സേതുവിനെ ഇഷ്ടമാവോ എന്ന സംശയം. നീ പഠിച്ച കുട്ടിയല്ലേ, ലെക്ചറിലല്ലേ, അതുകൊണ്ടാണ്. അതൊന്നും അല്ലല്ലോ ജീവിതം. അങ്ങനെ പലവിധ സംശയങ്ങളാ സേതുവിന്റെ മനസ്സ് നിറയെ. അപ്പൊ ഇവർ രണ്ടുപേരുടെ കൺവിൻസ് ചെയ്യാണ്. പല്ലവിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. പല്ലവി ഇങ്ങനെ മിണ്ടാതെ കേൾക്കാണ്. സേതു അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഉറപ്പ് കൊടുത്തു, എന്താണെങ്കിലും നിനക്ക് സേതുവിനെ ഇഷ്ടമാവും. ആ ഉറപ്പ് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. അത് നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാ വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി മിണ്ടാതെ ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കാണ്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് സേതുവിന് അറിയാം. ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടല്ലോ നിന്റെ കഴുത്തില്, ആ കെട്ട് അഴിച്ചു കളയണം. ഹൈക്കോടതിയിലെ അപ്പീല് നിനക്ക് ജയിക്കാൻ പറ്റണം എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. അത് ജയിച്ചേ പറ്റുമോളെ എന്ന് ഇവരിങ്ങനെ തറപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പൊ ഇവര് ഇങ്ങനെ നിൽക്കുകയാണ്. പല്ലവി എന്ത് ചെയ്യും? ഡിവോഴ്സ് കോടതി അനുവദിക്കും. അത് കഴിഞ്ഞാല് ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം അത് നടത്തുക തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് ഇവരിങ്ങനെ പറഞ്ഞു. പക്ഷെ പല്ലവി പ്രതികരിക്കുന്നതേ ഇല്ല. അപ്പൊ അവർക്കൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, കോടതി ഡിവോഴ്സ് അനുവദിച്ചില്ലെങ്കിലോ എന്നാണോ നീ ചിന്തിക്കുന്നത്? ശരിയാണ്, കീഴ്ക്കോടതിയിൽ നിനക്ക് ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ അതുപോലല്ലല്ലോ മോളെ ഹൈക്കോർട്ടില്. അവിടെ കുറച്ചുകൂടെ പ്രാഗൽഭ്യമുള്ള വക്കീലന്മാരെയല്ലേ നമ്മൾ വെക്കാൻ പോണത്. നമ്മൾ അവിടെ ജയിക്കും. നിന്റെ ഭാഗത്തല്ലേ ന്യായം. അത് കാണാതിരിക്കാൻ കോടതിക്ക് പറ്റില്ലല്ലോ. അപ്പോഴും മിണ്ടാ നിന്നു പല്ലവി. അച്ഛനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല. ആള് കീപ്പോട്ട് നോക്കി ഇങ്ങനെ നിപ്പാണ്. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലാതെ. അല്ല, മനസ്സിലായി. ഹൈക്കോടതി ജയിച്ചാലും കേസ് കഴിയുന്നില്ലല്ലോ എന്നല്ലേ നിന്റെ ചിന്ത. അയാൾ സുപ്രീം കോടതി പോയാ നമ്മളും പോവും. ഈ വീട് വിറ്റിട്ടാണെങ്കിലും മോളെ നമ്മൾ ഈ കേസ് നടത്തും എന്ന് ശോഭയും പറയാണ്. എന്ത് വില കൊണ്ടു കൊടുക്കേണ്ടി വന്നാലും ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അതിന് നീ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അതിനെല്ലാം അച്ഛനും അമ്മയും ഒക്കെ നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് ഇവര് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. മോളെ, നിനക്കറിയോന്ന് എനിക്കറിയില്ല. നിന്റെ തീരുമാനം അറിയണം. അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സേതുവിനെ അറിയിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കല്യാണത്തിന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ സേതുവാണ് ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത്. ഇവൻ മാനേജ്മെന്റുകാരനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ആ നിനക്ക് അവന് നിന്നെയും ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് തന്നെ. അത് ദൈവനിയോഗമായിരിക്കാം. ആ ഇഷ്ടം നമുക്ക് ഊട്ടി ഉറപ്പിക്കണം. അതിനാ ഞങ്ങള് നിന്റെ സമ്മതം ഇപ്പൊ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവി കുറേ നേരം സ്റ്റക്കായി നിന്നു. എന്നിട്ട് ആള് ഗ്ലാസ് കയ്യിലിരുന്നത് അവിടെ വെച്ചിട്ട് നേരെ മിണ്ടാതെ അങ്ങ് കേറിപ്പോയി. പല്ലവി, എന്താ ശോഭ ഇങ്ങനെ ഇവള്? എന്താ അവക്ക് സേതുവിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലേ? എനിക്കൊന്നും അറിയില്ല എന്റെ മാഷേ. അവളുടെ സ്വഭാവമല്ലേ, ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പാണെന്താന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ശോഭ. അപ്പൊ ശോഭയ്ക്കാകെ സങ്കടമായി. പല്ലവി ഒന്നും പറയാതെ കേറിപ്പോയത്. നേരെ ചെല്ലുന്നത് നമ്മുടെ പാറുവിന്റെ അടുത്തേക്കാണ്. പാറു എന്തോ കമ്പ്യൂട്ടറിൽ വർക്കാ. നീ തിരക്കിലാണോ എന്ന് ചോദിച്ചോ. തിരക്കൊന്നുമല്ല. എന്തേ എന്ന് ചോദിച്ചോ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. എന്താ പറയാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞു പാറു. വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. അറിഞ്ഞു ഞാൻ വിശേഷം. സേതുവേട്ടനെ കല്യാണം കഴിക്കാൻ പോവല്ലേ? കല്യാണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എങ്കിലും എന്റെ സമ്മതം അച്ഛനും അമ്മയും ചോദിച്ചതാ.
ഞാനത് പറയണം. എന്നിട്ടേ സേതുവേട്ടന്റെ മറുപടി പറയൂ. അതിനിപ്പോ എന്താ? അതിനെന്താ ആലോചിക്കാനുള്ളത്? ഇഷ്ടമാണെന്ന് പറയാം. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ? അടുപ്പത്തിലാണ്, പക്ഷേ അതല്ല. എന്നാലും പെട്ടെന്നത് തുറന്നു പറയേണ്ടി വരുമ്പോ ഇതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. എന്റെ ചേച്ചി ഇത്ര വേഗമൊന്നും പറയേണ്ടി വരുമെന്ന് കരുതിയില്ല. ചേച്ചിക്ക് സേതുവേട്ടനെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെന്താ? അതെ, സേതുവേട്ടനെ പോലെ ഒരാളെ ജീവിതത്തിലെ ഭർത്താവായിട്ട് വേണ്ടിയിരുന്നെന്ന് ചേച്ചി ചിന്തിച്ചിട്ടില്ലേ? ഒരു തവണയല്ല, പല തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? ഈ കാര്യങ്ങളെല്ലാം തുറന്നങ്ങ് പറയണം എന്ന് പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? അല്ല, ഞാൻ എങ്ങനെ പറഞ്ഞാലും സേതുവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ പാറു. അതാ പ്രശ്നം. എനിക്ക് എന്റെ ഉള്ളിൽ ഒരു പേടി പോലെ തോന്നുക. എന്നെ സേതുവേട്ടനെ ഇഷ്ടമൊക്കെയാണ്, പ്രേമിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പക്ഷേങ്കില് എന്നാലും എന്റെ മറുപടി കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. ഇനിയിപ്പോ കൂട്ടുപോലെ അല്ലല്ലോ കല്യാണം. അതിന് ചിലപ്പോ സേതുവേട്ടന് അതിന് തയ്യാറല്ലെങ്കിലോ? അതിനിപ്പോ ചേച്ചി എന്തുകൊണ്ട് തയ്യാറാവില്ല? ചേച്ചിക്ക് എന്ത് കുറവാ ഉള്ളത്? ആര് പറഞ്ഞു കുറവില്ലാന്ന്? അതെ, ഞാൻ ഒരിക്കലും ഒരാളെ കല്യാണം കഴിച്ചതല്ലേ മോളെ. എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം കെട്ട് തന്നെയല്ലേ. മണിക്കൂറുകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതുകൊണ്ടല്ലേ എന്റെ പൊന്നു ചേച്ചി, അതൊക്കെ സേതുവേട്ടന് അറിയാവുന്ന കാര്യമല്ലേ? അറിയാം, എന്നാലും എന്നാലും ഇല്ല. അല്ല, എന്തുകൊണ്ടായിരിക്കും പിന്നെ സ്വന്തം മറുപടി പിന്നെ പറയാമെന്ന് സേതുവേട്ടൻ പറഞ്ഞത്? അതോ ചേച്ചി സമ്മതിക്കുവോ എന്ന് സംശയിച്ചിട്ടായിരിക്കും. കോളേജ് ലെക്ചറും പന്തല് പഠിക്കാരനും, അതെ, ക്ലാസ് വാർ, അതുണ്ടാക്കുന്ന ഒരു അപഹർഷതാബോധം അതന്നെയായിരിക്കും കാരണം. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പാറു. ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആ പന്തല് പണിക്കാരനെ തന്നെയല്ലേ. ആ പന്തല് പണിക്കാരനില്ലായിരുന്നു എങ്കില് ഞാൻ ഇന്ന് ജീവനോടെ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതങ്ങ് തുറന്നു പറഞ്ഞാ പോരെ? കടപ്പാട് പറഞ്ഞാലൊന്നും തീരില്ല. എന്താ പൊന്നോ, ഇതുപോലെ അങ്ങ് പറഞ്ഞാ മതി. നീ മുഖത്ത് നോക്കി. നേരിട്ടോ എന്ന് ചോദിച്ചു. നേരിട്ട് തന്നെ? അതെങ്ങനെ ശരിയാവും? അത് വേണോ പാറു? എനിക്ക് അങ്ങനെ പറയാനായിട്ട് പരിഭ്രമം. കോളേജ് ലെക്ചറിലാ. ബോൾഡായ എന്തും ആരുടെ മുഖത്ത് നോക്കിയും ചങ്കൂറ്റത്തോട് പറയാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയിലെ പെൺകുട്ടിയാണേ. പേടിയേ വേണ്ട. അതെ, ജാള്യത അതും വേണ്ട ഒട്ടും. നേരെ ചെന്ന് മനസ്സങ്ങ് തുറന്ന് സംസാരിക്കുക. പ്രണയം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല കേട്ടോ ചേച്ചി, അത് തുറന്നു പറയാനോടി ഉള്ളതാണേ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഒളിപ്പിച്ചു കൊണ്ട് നടക്കുമ്പോഴല്ല, തുറന്നു പറയുമ്പോഴാ അതിന്റെ മധുരം. മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് പാറുവിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് പല്ലവി. അപ്പൊ നാളെ ആ പ്രണയം തുറന്നു പറച്ചിലൊക്കെ ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.